കസിൻ ബ്രദറിൻ്റെ കുഞ്ഞിൻ്റെ മാമോദിസയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഞാൻ അങ്ങോട്ട് പള്ളിയിലോട്ട് കയറാൻ പോവാം കേട്ടോ. പള്ളിയിലോട്ട് പോയിട്ട് ഞങ്ങൾ വിശേഷങ്ങൾ പറയുന്നതാണ്. അപ്പം ഞാൻ പള്ളിയിലോട്ട് പോട്ടെ. പള്ളി പ്രേയർ കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ പള്ളിയിലോട്ട് പോകും. എന്തായാലും പള്ളിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാനൊരു അച്ചാച്ചനെ പരിചയപ്പെട്ടു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനാണ് കേട്ടോ. അച്ചാച്ചനെ ഞാനിപ്പം കാണുകയാണ്, ആദ്യമായിട്ട് കാണുകയാണ്. അപ്പം ഭയങ്കര സന്തോഷം അച്ചാച്ചനെ കണ്ടതിൽ, എനിക്ക് ഒത്തിരി സന്തോഷം. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. പള്ളിയിൽ കുർബാന തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങളൊരിച്ചിരി ലേറ്റ് ആയിരുന്നു, എങ്കിലും കുർബാന തുടങ്ങിയെന്നേ ഉള്ളൂ, കുഴപ്പമില്ല. ഞങ്ങളിപ്പം ചർച്ചിലേക്ക് കയറി കുർബാനയെല്ലാം കഴിഞ്ഞിട്ട് ബാപ്റ്റിസ്റ്റ് ചടങ്ങുകൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാത്തലിക്സാണ്. അപ്പോൾ എനിക്ക് കാത്തലിക്സിൻ്റെ ചടങ്ങുകളെ അറിയത്തുള്ളൂ. യാക്കോബയുടെ ചടങ്ങ് ഫസ്റ്റ് ടൈം ഞാൻ കാണുകയാണ് കേട്ടോ. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ ബ്രദറിൻ്റെ കുഞ്ഞിൻ്റെ മാമോദിസയാണ്. അപ്പോൾ അതിനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. തിരുവല്ലയിൽ തന്നെ എന്ത് സ്ഥലത്തിൻ്റെ പേര്? വേങ്ങൻ എന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ബാപ്റ്റിസം കൂടാനായിട്ട് വന്നത്. അപ്പം ബാപ്റ്റിസം എന്തായാലും നല്ലോണം എനിക്ക് കാണാൻ പറ്റി. ഞങ്ങളുടെ കാത്തലിക്സിൻ്റെ ചടങ്ങേ അല്ലേ ഇത് ഇച്ചിരി ലെങ്തിയാണ്. ഞങ്ങളുടെ വേഗമാണെന്ന് കഴിയുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും വാ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഈ ചടങ്ങ് കൂടാം. അതിനോടൊപ്പം ഈ കുഞ്ഞ് നല്ലൊരു കുഞ്ഞായിട്ട് നാടിനും വീടിനും ഒക്കെ വേണ്ടപ്പെട്ട കുഞ്ഞായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹമുള്ള ഒരു കുഞ്ഞായിട്ട് വളരണമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പനും അമ്മയ്ക്കും ഒക്കെ അഭിമാനപൂർണ്ണമായിട്ട് തീർത്ത ഈ കുഞ്ഞ്, അവർക്കെന്നും ഈ കുഞ്ഞിനെ പറ്റി അഭിമാനത്തോടെ പറയാൻ പറ്റണം. ഏറ്റവും നല്ല കുട്ടി എന്ന് മീൻസ് കഴിഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യങ്ങളോടും എല്ലാവിധ നന്മകളോടും ജീവിക്കാൻ ഈ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുള്ള സാഹചര്യം ഈ കുഞ്ഞിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം. അപ്പം നിങ്ങളെല്ലാവരും ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അതിൻ്റെ അപ്പനെ അമ്മയ്ക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പം ചടങ്ങുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും തരിക, സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഫുൾ കാണണം, ആരും സ്കിപ്പ് ചെയ്യല്ലേ, സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണുന്നു. ബിക്കോസ് എനിക്ക് സബ്സ്ക്രൈബറൊക്കെ ഇപ്പം ഇഷ്ടം പോലെ ആയിട്ടുണ്ട്, പക്ഷേ വാച്ച് ഓവർ ഒട്ടും ഇല്ല. അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുൾ കാണണേന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, സഹോദരങ്ങൾ, ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഇവിടെ ഭയങ്കര ചൂടാണ്. നിങ്ങളുടെ അവിടെയൊക്കെ എല്ലായിടും ഇതൊക്കെ തന്നെയാണ്. ചൂടെന്ന് കേൾക്കാനേ ഉള്ളൂ. ഭയങ്കര ചൂടാണ്, സഹിക്കാൻ വയ്യാത്ത ചൂട്. എന്ത് ചെയ്യാനാ? ഓക്കെ, അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുക, അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ഈ കുടുംബത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണേ. ഈ കുഞ്ഞുവാവെ കൂടാതെ ഇവർക്ക് ഒരു മോനൂടുണ്ട് കേട്ടോ. ഇത് ബേബി ഗേളാണേ, മറ്റേത് ബേബി ബോയാണ്. നല്ലൊരു കുഞ്ഞു മോനും കൂടെ ഉണ്ട് ഇവിടെ കേട്ടോ. അത് ഇതാണ് കുഞ്ഞാവയുടെ അപ്പനും അമ്മയാണ് അത് കേട്ടോ. ഇത് ഗ്രാൻഡ് മദറാണേ. അപ്പം 2 ഗ്രാൻഡ് മദേഴ്സും ഉണ്ട്. ഇത് ഒരു അപ്പൻ്റെ അമ്മയുടെ അമ്മമാരുണ്ട് കേട്ടോ. അപ്പം കുഞ്ഞിനെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ അപ്പൻ്റെ അമ്മയാണ്, ഇപ്പുറത്ത് നിൽക്കുന്നത് അമ്മയുടെ അമ്മയാണ് കുഞ്ഞിൻ്റെതേ. ഞാൻ പറഞ്ഞില്ലേ ഒരു മോനൂടുണ്ടെന്ന്. എൻ്റെ ഇപ്പുറത്തെ സൈഡ് ബ്ലാക്ക് പാൻറ് ഇട്ടിരിക്കുന്നതാണ് ഒരു മോൻ കേട്ടോ. അപ്പോൾ ഇവർക്ക് 2 മക്കളാണ്, ഒരു ബോയ് ഗേൾ. താങ്ക് യു.